പ്രാർത്ഥനയോടെയും ആരാധനയോടെയും നാം ദൈവസന്നിധിയിൽ തുടരുകയാണല്ലോ. കർത്താവ് ഇന്ന് നിങ്ങൾക്ക് നൽകുവാൻ എൻ്റെ ഉള്ളിൽ നൽകിയ ദൈവത്തിൻ്റെ വചനം അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെ തുടരുന്നു: അനന്തരം ഞാൻ ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും, അതിൻ്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തും. കർത്താവ് ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിലയേറിയൊരു സന്ദേശം: നിങ്ങൾ തകർന്നു പോയാലും നിങ്ങളെ പണിയുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ ഉടഞ്ഞു പോയാലും നിങ്ങളെ മെനയുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ വീണു പോയാലും നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ജീവിതത്തിൽ തകർന്ന് തരിപ്പണമായി ഇനി എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു പ്രതീക്ഷയുമില്ല, എൻ്റെ ജീവിതത്തിൻ്റെ മേൽ ഇനി ദൈവത്തിനൊരു പദ്ധതിയുമില്ല എന്ന് ഭാരപ്പെടുന്ന ചിലർ ഇന്ന് ഈ ദൈവശബ്ദം കേൾക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് കർത്താവ് പറയുന്നു, ഇല്ല, നീ മരിക്കാത്തത് കൊണ്ടും നിനക്ക് ജീവനുള്ളത് കൊണ്ടും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ദൈവം ചില പുതിയ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ചെയ്യുകയാണ്. ഇന്ന് ഈ വചനം നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ഒരു ശബ്ദമാണ്. ഒരിക്കൽ കൂടി ഉണരാനും, ഒരിക്കൽ കൂടി എഴുന്നേൽക്കുവാനും, ഒരിക്കൽ കൂടി കർത്താവിന് വേണ്ടി ശക്തിയോടെ നിൽപ്പാനും ദൈവം നിങ്ങളെ ഒരുക്കുന്ന ഒരു നിമിഷം. പ്രാർത്ഥനയോടെ നമുക്ക് ഈ വചനം കേൾക്കാം. ആമോസ് പ്രവചനത്തിൽ നിന്ന് ഈ ദൂത് അപ്പോസ്തലന്മാർ ആത്മനിയോഗത്താൽ എടുത്ത് ഉച്ചരിക്കുന്ന ഒരു ഭാഗമാണ് ഈ അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ചരിത്ര സംഭവങ്ങളും ഇതിൻ്റെ പിന്നിലെ പശ്ചാത്തലങ്ങളൊന്നും പറയുവാൻ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. മറിച്ച് ഇതിന്മേലുള്ള ദൈവത്തിൻ്റെ ദൂത് നിങ്ങൾക്ക് തരുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അതിലെടുത്തു പറയുന്നൊരു വാക്കാണ്: ഞാൻ ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും, അതിൻ്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തും. പണിയുന്നൊരു ദൈവം, എഴുന്നേൽപ്പിക്കുന്നൊരു ദൈവം, പുതുക്കുന്ന ഒരു ദൈവം, ഇനി ഒരു പ്രതീക്ഷയില്ലെന്ന് ചിന്തിക്കുന്നിടത്ത് നിന്ന് വീണ്ടും പ്രതീക്ഷകൾ തരുന്ന ഒരു ദൈവം. എനിക്കെൻ്റെ കർത്താവിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് നിരാശയല്ല, പ്രത്യാശയാണ്. മരിച്ചു കിടക്കുന്നവനും ജീവിക്കാൻ തോന്നുന്ന പ്രത്യാശ, ജീവിതത്തിൽ കാലുകളില്ലാത്തവനും നടക്കാൻ തോന്നുന്ന പ്രത്യാശ, ഇനി ജീവിതത്തിൽ ഒന്നുമില്ലെന്ന് തോന്നുന്നവർക്കും മുൻപോട്ട് പോകാൻ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രത്യാശ. ഇന്ന് ആരെങ്കിലും കർത്താവിനെ കേൾക്കുന്നുണ്ടെങ്കിൽ, ജീവിതം മടുത്ത്, ജീവിതം തകർന്ന്, ജീവിതം ഉടഞ്ഞ്, ലക്ഷ്യങ്ങൾ തകർന്ന് ആരെങ്കിലും ദൈവശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ല, കേൾക്കുന്നുണ്ട്, നിങ്ങളോട് കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് മുൻപോട്ട് നല്ല ഭാവിയുണ്ട്, നിങ്ങൾക്ക് മുൻപോട്ട് നല്ല വഴികളുണ്ട്. നിങ്ങളുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് ഉറപ്പിച്ച് പറയുന്നു, വീണ്ടും പണിയുന്ന ദൈവം. വേദപുസ്തകത്തിനകത്ത് ഇത് ആദ്യം മുതൽ നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. പലരും പറയാറുണ്ട്, ഞാൻ തകർന്നു പോയല്ലോ, ഇനി കർത്താവിന് എന്നെ വേണ്ട, ഞാൻ നശിച്ചു പോയല്ലോ, കർത്താവിന് എന്നെ വേണ്ട. അങ്ങനെയല്ല, കർത്താവിന് നിങ്ങളെ വേണം. വേദപുസ്തകത്തിന്റെ തുടക്കം, നമ്മൾ ഈ വചനത്തിലേക്ക് വരാം, പക്ഷെ വേദപുസ്തകത്തിന്റെ തുടക്കം തന്നെ നമുക്ക് പ്രതീക്ഷ തരുന്ന വചനഭാഗമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം നമുക്ക് നോക്കിയാൽ അവിടെ ഇങ്ങനെ കാണുന്നു. അതിന് 1 മുതൽ തുടരുമ്പോൾ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അടുത്ത വാക്ക് ഇങ്ങനെ പറയുന്നു: ഭൂമി പാഴും
ശൂന്യമായിരുന്നു. ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചു. ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. ആകാശം ഭൂമിയും ദൈവം സൃഷ്ടിച്ചു. ദൈവം സൃഷ്ടിച്ചത് ഒരിക്കലും പാഴല്ല, ശൂന്യമല്ല. പാഴായതും ശൂന്യമായതൊന്നും ദൈവം സൃഷ്ടിക്കുന്നില്ല. പക്ഷെ അതിന്റെ യഥാർത്ഥ വചനം നമുക്കറിയാം. പാഴും ശൂന്യമായി തീർന്നു. അതിനെ പാഴാക്കി, അതിനെ ശൂന്യമാക്കി. നമുക്കറിയാം അതാരാണ്. നമുക്കറിയാം അന്ധകാര മണ്ഡലങ്ങൾ, ഇരുട്ടിന്റെ ശക്തികൾ, ദുരാത്മ മണ്ഡലങ്ങൾ എവിടെയെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, ചലിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പരിണത ഫലം സ്തോത്രം പാഴ്, ശൂന്യം എന്നിവയാണ്. ഭൂമിയും ദൈവം നന്നായി സൃഷ്ടിച്ചുവെങ്കിലും അത് പാഴാകാൻ കാരണം അന്ധകാര മണ്ഡലങ്ങളുടെ ഇടപെടലുകളാണ്. ഇന്ന് ഈ വചനം പറയുമ്പോൾ നന്നായി തുടങ്ങിയ പല കുടുംബജീവിതങ്ങളും, നന്നായി തുടങ്ങിയ പല ബിസിനസ്സുകളും, നന്നായി തുടങ്ങിയ ചില ആരംഭങ്ങൾ, നന്നായി തുടങ്ങിയ ചില ഭാവി പദ്ധതികൾ സ്തോത്രം തകർന്ന് തരിപ്പണമായി പോയെങ്കിൽ അതിന്റെ പിൻപിൽ ദുരാത്മ മണ്ഡലമുണ്ട്. എന്നാൽ അതിനെ ജയിക്കുന്ന ഒരു ദൈവകൃപ ഇന്ന് പകൽ ഈ വചനത്തിലൂടെ ദൈവം അയക്കും. അറുക്കുവാനും മുടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനും കള്ളൻ വരുമ്പോൾ ജീവൻ നൽകുവാനും സമർത്ഥമായ ജീവൻ നൽകുവാനും വന്ന കർത്താവ് തകർച്ചകളെ മാറ്റി, പരാജയങ്ങളെ മാറ്റി അവിടെ ജയം കൽപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ പാഴും ശൂന്യമായി തീർന്നു. അപ്പോൾ അവിടെ എടുത്തു നോക്കിയാൽ ചില വാക്കുകൾ പറയുന്നു. ഒന്ന് പാഴ്, രണ്ട് ശൂന്യം, മൂന്നാമത്തെ വാക്ക് നമ്മൾ നോക്കിയാൽ ഇരുൾ, സ്തോത്രം എന്നീ വാക്കുകൾ അവിടെ കാണുന്നു. ഒന്നിനും സന്തോഷിക്കാൻ പറ്റാത്തത്, പാഴായി പോയ അനുഭവം, ശൂന്യമായി പോയ അനുഭവം, ഇരുൾ വ്യാപരിച്ച അനുഭവം. എന്നാൽ അവിടെ അടുത്തൊരു വാക്ക് കാണുന്നു, പരിവർത്തിക്കുന്ന ഒരു ദൈവം. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പാഴായി പോയ ജീവിതവും ശൂന്യമായി പോയ ജീവിതവും തകർന്ന് ഇരുളിൽ ആയിപ്പോയ ജീവിതവുമാണെങ്കിലും പരിവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ അതിന് മാറ്റങ്ങൾ സംഭവിക്കും, അതിന് മാറ്റങ്ങൾ നടക്കും. ഇന്ന് ഇതിൽ നിന്നൊരു വലിയ ദൈവശബ്ദം പറയുന്നു. ആ ദൂതിതാണ്, പരിവർത്തിക്കാൻ ദൈവത്തിന്റെ ആത്മാവും കൽപ്പിക്കാൻ ദൈവത്തിന്റെ വചനവും ഉണ്ടെങ്കിൽ പാഴായി പോയ എല്ലാ സാഹചര്യങ്ങളും ദൈവം വീണ്ടും മനോഹരമാക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ്. വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ലൈഫിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടലുകൾ നടക്കാൻ പോകുകയാണ്. നിന്റെ കുടുംബത്തെ നോക്കി ദൈവം ചില വചനങ്ങൾ കൽപ്പിക്കാൻ പോകുകയാണ്. ഓ സ്തോത്രം. ഈ ദിനങ്ങൾ ദൈവത്തിൽ നിന്ന് ചില വാക്കുകൾ നിന്റെ കുടുംബത്തിന്റെ നേരെ, നിന്റെ മിനിസ്ട്രിയുടെ നേരെ, നിന്റെ തലമുറയുടെ നേരെ ദൈവം അയക്കുകയാണ്. അത് പഴയതുപോലെ തുടരുവാനല്ല, പഴയതുപോലെ നിൽക്കുവാനല്ല, അതിന് ആകമാനം ദൈവം ഒരു മാറ്റം വരുത്തും. ഇന്ന് ദൂരങ്ങളിൽ ഇരുന്നു കൊണ്ടും അരികിൽ ഇരുന്നു കൊണ്ടും യാത്രകളിൽ ഇരുന്നു കൊണ്ടും ആമേൻ, ജോലി സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ടും ആമേൻ, പ്രാർത്ഥന മുറിയിൽ ഇരുന്നു കൊണ്ടും പ്രാർത്ഥനയുടെ സ്ഥലത്തിരുന്നു കൊണ്ടും ഈ സന്ദേശം കേൾക്കുന്ന ദൈവ പൈതലേ, പരിശുദ്ധാത്മാവിന്റെ ചില ദൂതുകൾ നിന്റെ നേർക്ക് വരുന്നു. ഇന്നലെ തകർന്നുപോയ, ഇന്നലെ നശിച്ചുപോയ പിശാചിന്റെ പ്രവർത്തനങ്ങൾ നിമിത്തം ഉടഞ്ഞുപോയ നിന്റെ ജീവിതത്തെ, നിന്റെ ശുശ്രൂഷയെ, നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ ദൈവം വീണ്ടും പണിത് മനോഹരമാക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾ ഇന്ന് ഇതിനകത്തൂടെ നടക്കുന്നു. എന്തോ ഈ വചനം പരിശുദ്ധാത്മാവ് എന്നോട് പ്രസംഗിക്കാൻ പറയുമ്പോൾ ഇതിനകത്തൂടെ ദൈവം ആരെയൊക്കെയോ ആഴത്തിൽ കാണുന്നു. നന്നായി തുടങ്ങിയ പലതും തകർന്നുപോയി, നന്നായി തുടങ്ങിയ പലതും ഉടഞ്ഞുപോയി, നന്നായി തുടങ്ങിയ പലതും ആമേൻ വിരുദ്ധമായിട്ടാണെങ്കിലും ജീവിതത്തിന്റെ ക്രമീകരണം ഇല്ലാതെയാണെങ്കിലും അത് തകർന്നു പോയിരിക്കുന്നു. ഇനി പ്രതീക്ഷകൾ മുമ്പിൽ ശേഷിക്കാതെ വ്യാകുലപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, ധൈര്യമായിരിക്കുക. പരിവർത്തിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്, കൽപ്പിക്കുന്ന ഒരു വചനമുണ്ട്.
ഇങ്ങനെ തകർന്ന് തുടരാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ ശൂന്യമായി തുടരാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ പാഴായി തുടരാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ ദിനങ്ങൾ ദൈവം ചില പുതിയ കാര്യങ്ങൾ നിന്റെ ലൈഫിൽ ദൈവം ചെയ്യാൻ പോകുകയാണ്. ഓ ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളുടെ കുടുംബത്തെ നേരെ ഒരു വചനം വരുന്നുണ്ടോ? നിങ്ങൾ ഇത് തുറന്നപ്പോൾ ഒരു വചനം കേൾക്കുന്നുണ്ടോ? ആമേൻ. നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ ഒരു വചനം നിങ്ങളോട് സംസാരിക്കുന്നുണ്ടോ? നിങ്ങൾ വഴിയാത്രയിൽ മറ്റ് ചാനലുകൾ ഇങ്ങനെ തിരയുമ്പോൾ അറിയാതെ ഈ വചനം നിങ്ങൾ കേട്ടുപോയിട്ടുണ്ടോ? ഈ വചനം നിന്നെ പണിയുന്നതാണ്, എഴുന്നേൽപ്പിക്കുന്നതാണ്, സൃഷ്ടിക്കുന്നതാണ്, സൗഖ്യമാക്കുന്നതാണ്, നിന്നെ മുൻപോട്ട് കൊണ്ടുപോകുന്നതാണ്. വചനത്തിന് ശക്തിയുണ്ട്. ആമേൻ. ജീവിതത്തെ ദൈവം മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പാഴായി പോയ, ശൂന്യമായി പോയ, ഇരുൾ മൂടിയ ആ ഭൂമിയെ, ഓ ജീസസ്, പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനം വീണ്ടും അതിനെ പ്രയോജനമുള്ളതാക്കി മാറ്റി. താഴേക്ക് നിങ്ങൾ നോക്കുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ദൈവം ഓരോന്ന് ചെയ്യുകയാണ്. വെളിച്ചം ഉണ്ടാക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ഇരുളിനെയും വെളിച്ചത്തെ തമ്മിൽ വേർതിരിക്കുന്നു. സ്തോത്രം. ആമേൻ. വെള്ളത്തെ വേർതിരിക്കുന്നു. ആമേൻ. വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കുന്നു, നക്ഷത്രങ്ങളെ ഉണ്ടാക്കുന്നു. സ്തോത്രം. ആമേൻ, ആമേൻ. സ്തോത്രം. മൃഗങ്ങളെ ഉണ്ടാക്കുന്നു, മത്സ്യങ്ങളെ ഉണ്ടാക്കുന്നു. പരിശുദ്ധാത്മാവിനോട് പറയുന്ന ഒരു വചനമാണ്, ദൈവം ഓരോന്നും നിന്റെ ലൈഫിലേക്ക് ദൈവം ചെയ്യാൻ പോകുകയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാം ഈ വചനത്തെ, നിങ്ങൾക്ക് ഏറ്റെടുക്കാം ഈ വചനത്തെ. ദൈവത്തിന് ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു മാധ്യമമാണ് ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. നിങ്ങളിത് കണ്ണുമടച്ച് വിശ്വസിക്കുക. ലോകത്തിന്റെ സിസ്റ്റവും ദൈവത്തിന്റെ സിസ്റ്റവും രണ്ടാണ്. ലോകത്തിന്റെ സിസ്റ്റം കണ്ടു കഴിയുമ്പോൾ വിശ്വസിക്കുകയാണെങ്കിൽ, ആമേൻ, ദൈവത്തിന്റെ സിസ്റ്റം വിശ്വസിക്കുമ്പോൾ നിങ്ങൾ കാണുകയാണ്. ആമേൻ. നിങ്ങൾ കർത്താവിനെ ആരാധിക്കുക, കർത്താവിനെ വിശ്വസിക്കുക, കർത്താവിനെ സ്തുതിക്കുക. നിങ്ങളുടെ ലൈഫിലേക്ക് ഓരോന്നിനെ ദൈവം വിളിച്ചു വരുത്താൻ പോകുകയാണ്, വിളിച്ചു വരുത്താൻ പോകുകയാണ്, വിളിച്ചു വരുത്താൻ പോകുകയാണ്, വിളിച്ചു വരുത്താൻ പോകുകയാണ്. ദൈവം ചിലതിനെ സൃഷ്ടിക്കാൻ പോകുകയാണ്. വെളിച്ചം ഉണ്ടാകട്ടെ. സ്തോത്രം. ആമേൻ. ഇരുളും വെളിച്ചം തമ്മിൽ വേർതിരിയട്ടെ. വലിയ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ, ചെറിയ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ, മത്സ്യങ്ങൾ ഉണ്ടാകട്ടെ. സ്തോത്രം. മൃഗങ്ങൾ ഉണ്ടാകട്ടെ. ഇന്ന് ഈ വചനം പറയുന്നത് പോലെ സമ്പത്തുകൾ ഉണ്ടാകട്ടെ, ആരോഗ്യം ഉണ്ടാകട്ടെ, അഭിഷേകം ഉണ്ടാകട്ടെ, ദൈവകൃപ ഉണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ, സന്തോഷം ഉണ്ടാകട്ടെ. ഓ, ദൈവകൃപകൾ ഉണ്ടാകട്ടെ. ദൈവം ആരെയൊക്കെയോ നോക്കി കൽപ്പിച്ച് ചിലതിനെ സൃഷ്ടിക്കുകയാണ്, കൽപ്പിച്ച് ചിലതിനെ സൃഷ്ടിക്കുകയാണ്. ആമേൻ. പഴയ നിയമത്തിൽ മാത്രമല്ല, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ലേഖനങ്ങളിൽ അപ്പോസ്തലന്മാർ പറയുന്നു, നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ കൃപകൾ ഉണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ, ഐശ്വര്യം ഉണ്ടാകട്ടെ, ദൈവകൃപ ഉണ്ടാകട്ടെ. ഇന്ന് ചില സൃഷ്ടിപ്പുകൾ നിങ്ങളുടെ കൂടാരത്തിൽ ദൈവം അയക്കുകയാണ്. ഓ ഹല്ലേലൂയ. വായികളെ തുറന്ന് നിങ്ങൾ ആയിരിക്കുന്നിടത്ത് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങാം. ഓ, ഇന്ന് വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. ഇന്നലകളില്ലാത്തതും ആമേൻ ഇതുവരെ ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ലാത്തതുമായ പലതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം ആഡ് ചെയ്യുവാൻ പോകുകയാണ്. ഓരോന്നിനെ ദൈവം കൂട്ടിച്ചേർക്കാൻ പോകുകയാണ്. ഓ ഹല്ലേലൂയ. ഓരോന്നിനെ ദൈവം വിളിച്ചു വരുത്താൻ പോകുകയാണ്. ഓ സ്തോത്രം. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ഒരു ദൈവം ഇന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് ചിലതിനെ വിളിച്ചു വരുത്താൻ പോകുകയാണ്. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, എനിക്ക് ജോലിയില്ല, പ്രാർത്ഥിക്കണം. ജോലിയില്ല, പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അതിന് തൊട്ട് പുറകിലൊരു ബ്രദർ നിന്നിട്ട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാൻ വന്നത് ആമേൻ എൻ്റെ സ്ഥാപനത്തിൽ ഒരു പുതിയ ജോലിക്കാരിയെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാ. ആമേൻ. ജോലിയില്ലെന്ന് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അതേ സെക്കൻഡിൽ ജോലിയുമായിട്ട് അടുത്ത ആൾ വന്ന് നിൽക്കുക. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥന അത്ഭുതത്തിന്റെ പ്രാർത്ഥനയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ വെറുതെ സമയം ചെലവഴിക്കുകയല്ല. നിങ്ങൾ പ്രാർത്ഥിക്കാൻ മടക്കുമ്പോൾ തന്നെ
ആരൊക്കെയോ നിങ്ങൾക്ക് വേണ്ടി അടുത്ത കവലകളിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങളെ അന്വേഷിച്ച് പലർ നിൽക്കുന്നു. നിങ്ങളെ തേടി പലർ നിൽക്കുന്നു. നിങ്ങളെ നോക്കി പലർ നിൽക്കുന്നു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവത്തെ സ്തുതിച്ചോ. അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ല. നമ്മുടെ ദൈവം മാറിയിട്ടില്ല. ഇന്നും അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നു. വഴി തുറക്കുന്നവൻ അത്ഭുതം ചെയ്യുന്നു. അവനെ നിങ്ങൾക്ക് സ്തുതിക്കാം, ആരാധിക്കാം. ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, സ്തോത്രം, ദൈവം പലതും വിളിച്ചു വരുത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. ദൈവം പലതും വിളിച്ചു വരുത്താൻ പോകുകയാണ്. ഇല്ലാത്തതിനെയെല്ലാം ദൈവം ഉണ്ടാക്കാൻ പോകുകയാണ്. ഇടകലർന്നു പോയ പലതിനെയൊക്കെ ദൈവം വേർതിരിക്കാൻ പോകുകയാണ്. ആമേൻ. മിക്സ്ഡ് ആയി പോയ പല ജീവിതത്തെയും ദൈവം ആമേൻ മാറ്റുവാൻ പോകുകയാണ്. ചിലപ്പോൾ പ്രാർത്ഥന, ചിലപ്പോൾ ക്ഷീണം, ചിലപ്പോൾ ആരാധന, ചിലപ്പോൾ മടുപ്പ്, അങ്ങനെ മിക്സഡ് ആയി പോയ പലതിനെയും വേർതിരിക്കാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ വചനം എപ്പോഴും വേർതിരിക്കുന്നതാണ്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ള ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും അത് പ്രാണനെയും ആത്മാവിനെയും സന്ധിമച്ചകൾ വരെ തുളച്ചു ചെല്ലുകയും ആമേൻ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയൊക്കെ വിവേചിക്കുന്നവനും അത് വേർതിരിക്കുന്നവനുമാണ്. ഇന്ന് കർത്താവ് എന്നോട് പറയുന്നു, ഇടകലർന്നു പോയ പല ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് പലതിനെ ദൈവം വേർതിരിക്കാൻ പോകുകയാണ്. വേർതിരിക്കാൻ പോകുകയാണ്. ആമേൻ. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മടുപ്പ്, ആരാധിക്കുമ്പോൾ തന്നെ ക്ഷീണം, ആമേൻ, ദൈവത്തിന്റെ കൂടെ നടക്കുമ്പോൾ തന്നെ പിന്മാറ്റം, അങ്ങനെ ഇടകലർന്ന് കിടക്കുന്ന ഇരുളുകളും വെളിച്ചങ്ങളും ദൈവം വേർതിരിച്ചിട്ട് നിന്റെ ലൈഫിൽ ഒരു വലിയ ദൈവിക സമാധാനത്തെ ദൈവം കൽപ്പിക്കാൻ പോകുകയാണ്. ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. Praise the Lord, praise the Lord, praise the Lord, praise the Lord. അപ്പോൾ ദൈവാത്മാവ് ഈ വചനത്തിലൂടെ നിങ്ങളെ ഓർപ്പിക്കുന്നതും ഉണർത്തുകയും ചെയ്യുന്നത്, തകർന്നു പോയാലും വീണ്ടും പണിയുന്നൊരു ദൈവമുണ്ട്. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? തകർന്നു പോയാലും വീണ്ടും പണിയുന്നൊരു ദൈവമുണ്ട്. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം സുപരിതമായ വചനമാണ്. യഹോവ അബ്രഹാമിനോട്, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമാക്കും. അപ്പോൾ ഇവിടെ ദൈവം ഒരു മനുഷ്യനെ വിളിച്ച് കാണാത്തൊരു ദേശത്തേക്ക് പോകുക. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഇതെന്താ ഈ കാര്യം, ഈ കാണാത്ത ദേശത്തേക്ക് എങ്ങനെ വിടുന്നേ? പക്ഷെ വചനം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതും ഒരു റീസ്റ്റാർട്ടാണ്. അതെന്താ അങ്ങനെ ഞാൻ പറഞ്ഞത്? ഇതും ഒരു റീസ്റ്റാർട്ടാണ്. ഇതും വീണ്ടും ഒരു തുടക്കമാണിത്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ 11-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, തേരഹ് തന്റെ മകനായ അബ്രഹാമിനെയും ഹാരാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രഹാമിന്റെ ഭാര്യയായി മരുമകളായ സാറായെയും കൂട്ടി കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. ആമേൻ. എന്നാൽ അടുത്ത വാക്ക് ശ്രദ്ധിച്ചേ, അവർ ഹാരാനിൽ വന്ന് പാർത്തു എന്ന് പറഞ്ഞാൽ കനാനിലേക്കുള്ള യാത്ര ആരംഭിച്ചത് അബ്രഹാം അല്ല. കനാനിലേക്കുള്ള യാത്ര ആരംഭിച്ചത് അബ്രഹാമിന്റെ പിതാവായ തേരഹാണ്. തേരഹ് ഇറങ്ങിത്തിരിച്ചത് കനാനിലേക്ക് പോകാനാണ്. കനാനിലേക്ക് പോകാൻ ഇറങ്ങിത്തിരിച്ച തേരഹ് ആ യാത്രയുടെ ഇടവഴിയിൽ ഹാരാരിൽ എത്തിയപ്പോൾ അവിടെ പാർത്തു, അവിടെ സ്റ്റക്കായി. ഇന്ന് കർത്താവ് എന്നോട് പറയുന്നു, ഇറങ്ങിത്തിരിച്ചതിൽ എത്തുവാൻ കഴിയാതെ ഇടവഴിയിൽ സ്റ്റക്കായ പലരും, നല്ല ലക്ഷ്യത്തിൽ തുടങ്ങിയതാ,
നല്ലൊരു വിഷനിൽ ആരംഭിച്ചതാ. പക്ഷെ എന്തൊക്കെയോ ഏതൊക്കെയോ കണ്ട് ഇടയിൽ സ്റ്റക്കായി പോയി, അവിടെ പാർത്തു, അത് മറന്നു. എന്നാൽ അടുത്ത വചനം പറയുന്നു, അബ്രഹാമിനെ ദൈവം വിളിച്ച് അവനോട് പറഞ്ഞു, നീ പുറപ്പെടണം. എന്താ പ്രിയപ്പെട്ടവരെ ദൂത്? അപ്പന്മാർ തുടങ്ങിയ പലതും ഇടവഴിയിൽ നിന്നുപോയി. അവർക്കെത്തുവാൻ കഴിഞ്ഞില്ല, അവർ ക്ഷീണിക്കപ്പെട്ടു പോയി. എന്നാൽ ദൈവം ആ പ്രോജക്റ്റുകൾ നിർത്തിയിട്ടില്ല. അടുത്ത തലമുറയോട് പറയുകയാണ്, നീ അത് ചെയ്യണം, നീ അത് ചെയ്യണം, നീ അത് തുടങ്ങണം. ഇതിലൊരു ദൈവശബ്ദമുണ്ട്, ഒരു ദൈവാലോചനയുണ്ട്. തുടങ്ങിയിട്ട് ഇടവഴിയിൽ നിൽക്കുന്ന പലതിനെയും ദൈവം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പന്മാർ തുടങ്ങി ഇടവഴിയിൽ നിർത്തിയത്, അപ്പന്മാർ ഇറങ്ങിയിട്ട് ഇടവഴിയിൽ തകർന്നു പോയത്, അത് എന്തുമായിക്കൊള്ളട്ടെ, ഏതുമായിക്കൊള്ളട്ടെ, ഇന്ന് അത് നിന്നിലൂടെ പൂർത്തീകരിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം, സ്തോത്രം. നിന്റെ സന്തതി ആമേൻ പിതാക്കന്മാരുടെ ശൂന്യശിഷ്ടങ്ങളെ പണിയും എന്നുള്ള ദൈവവചനം പോലെ പിതാക്കന്മാർ തുടങ്ങിയിട്ട് പൂർത്തീകരിപ്പാൻ കഴിയാത്ത പലതിനെയും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുവാൻ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുകയാണ്. വീണ്ടും തുടങ്ങുന്ന ദൈവം, വീണ്ടും തുടങ്ങുന്ന ദൈവം, വീണ്ടും ആരംഭിക്കുന്ന ദൈവം. ഇന്ന് ഈ വചനത്തിലൂടെ അക്ഷരികമായും ആത്മീകമായും ദൈവം എന്നോട് ഇടപെടുന്നു. ചിലരുടെ ശുശ്രൂഷകൾ തുടങ്ങി അത് ഇടവഴിയിൽ നിൽക്കുന്നു. ചിലരുടെ അഭിഷേകത്തിന്റെ പകർച്ചകൾ ഇടവഴിയിൽ നിൽക്കുന്നു. ചിലരുടെ ദർശനങ്ങൾ ഇടവഴിയിൽ നിൽക്കുന്നു. ചിലരുടെ ദൈവകൃപയുടെ തുടക്കങ്ങൾ ഇടവഴിയിൽ നിൽക്കുന്നു. അക്ഷരികമായി പറഞ്ഞാൽ ചിലർ തുടങ്ങിയ പണികൾ, വീട് പണികൾ, ജോലികൾ ഒക്കെ ഇടവഴിയിൽ നിൽക്കുന്നു. എന്നാൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ അതൊരു ആമേൻ പറഞ്ഞോ, അടുത്ത ദിനങ്ങൾ മുതൽ അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ്. ഇന്ന് ഈ വചനം പറയുമ്പോൾ റീസ്റ്റാർട്ട് എന്നൊരു വാക്ക് കർത്താവിനോട് പറയുന്നു. നീ വീണ്ടും തുടങ്ങിക്കോ, നീ വീണ്ടും തുടങ്ങിക്കോ, നീ വീണ്ടും തുടങ്ങിക്കോ. ഒന്നും നിന്റെ മുമ്പിൽ കാണുന്നില്ലായിരിക്കാം, പക്ഷെ ഈ ദൈവശബ്ദം ഏറ്റെടുത്ത് ഇന്നലകൾ തുടങ്ങിയിട്ട് ഇടവഴിയിൽ മുടങ്ങിപ്പോയതെല്ലാം നീ വീണ്ടും തുടങ്ങിക്കോ. കാക്കയെ വിട്ട് ആഹാരം കൊടുത്ത ദൈവം നിന്റെ ദൈവമാണ്. സ്തോത്രം. ഇരിക്കുന്ന ഇടത്ത് അപ്പവുമായി അവൻ കാക്കയെ അയച്ച ദൈവം നിന്റെ വിഷയത്തിന്റെ മേൽ പ്രവർത്തിക്കാൻ ചില ദൂതന്മാരെ, ചില വ്യക്തികളെ ദൈവം അയക്കുമെന്ന് ഒരു ദൈവശബ്ദം ഇന്ന് ഈ വചനത്തിലൂടെ ഇറങ്ങി വരുന്നു. നിങ്ങൾ ഏറ്റെടുത്ത് ദൈവത്തെ ആരാധിച്ചോ. റീസ്റ്റാർട്ടിന്റെ സമയമാണിത്. ഹല്ലേലൂയ. ആയിരിക്കുന്നിടത്ത് എല്ലാവരും ദൈവത്തെ ആരാധന കൊടുക്കുക. ഈ വചനം ഇന്ന് ശക്തിയോടെ വെളിപ്പെടുന്നു. പിതാവ് തുടങ്ങി, പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. പിതാവ് യാത്ര തിരിച്ചു, എത്താൻ കഴിഞ്ഞില്ല. ഇടവഴിയിൽ നിൽക്കുമ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, അബ്രഹാമേ നീ പൊക്കോ, നീ തുടങ്ങിക്കോ. ഇന്ന് കർത്താവിനോട് പറയുന്നു, പലർ നിർത്തിയിടത്ത് നിന്ന് നീ തുടങ്ങാൻ പോകുകയാ. പലർ ഇട്ടിട്ട് പോയിടത്ത് നിന്ന് നീ തുടങ്ങാൻ പോകുകയാ. പലർ പരാജയപ്പെട്ടിടത്ത് നിന്ന് നീ തുടങ്ങാൻ പോകുകയാ. പലർ രക്ഷപ്പെടാത്തിടത്ത് നിന്ന് നീ തുടങ്ങാൻ പോകുകയാണ്. പലർ ഇട്ടിട്ട് ഓടിയിടത്ത് നിന്ന് നീ തുടങ്ങാൻ പോകുകയാണ്. അതെ, അനേകർ തോറ്റിടത്ത് നീ ജയിക്കും. അനേകർ ഇട്ടിട്ട് പോയിടത്ത് നീ ആരംഭിക്കും. അനേകർ അവൻ തകർന്നു പോയിടത്ത് നീ എഴുന്നേറ്റ് വരും. ഓ, നീ തകരാനുള്ളവനല്ല, നശിക്കാനുള്ളവനല്ല, പൂർത്തീകരിക്കാനുള്ളവനാണ്. നിന്റെ മേൽ പകർന്നതും നിന്റെ പിതാക്കന്മാരുടെ മേൽ പകർന്നതിനെയൊക്കെ പൂർത്തീകരിക്കാൻ ദൈവം കണ്ട ഒരു വ്യക്തിയാണ് നീ. ഇന്ന് നീ ഇത് വിശ്വസിക്കാൻ തയ്യാറായാൽ നിന്റെ ലക്ഷ്യങ്ങൾ മാത്രമല്ല നീ പൂർത്തീകരിക്കുന്നത്, അപ്പന്മാരുടെ ആഗ്രഹങ്ങളും പൂർത്തീകരിപ്പാൻ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും. Praise the Lord, praise the Lord. നിങ്ങൾ ആയിരിക്കുന്നിടത്ത് ദൈവത്തെ സ്തുതിച്ചോ. ഈ വചനം വീണ്ടും പറയുന്നു, വീണ്ടും തുടങ്ങുന്ന ദൈവം, വീണ്ടും പണിയുന്ന ദൈവം. ആയിരിക്കുന്നിടത്ത് എല്ലാവരും ദൈവത്തിന് ആരാധന കൊടുക്കണം. പിശാചിന് ഇന്ന് പ്രവർത്തിക്കാൻ ഒരു വഴിയുമില്ല. പിശാച് പലപ്പോഴും പറയുന്നുണ്ട്, തീർന്നു, ഇനി പ്രതീക്ഷയില്ല. അല്ല, പ്രതീക്ഷയുണ്ട്. ഒത്തിരി വചനങ്ങൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കർത്താവ് തന്നുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ദൈവത്തിന്റെ ദൂതുകൾ കർത്താവ് എന്നോട് ഓർപ്പിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് വീണ്ടും അറിയാം, 2-3 വചനങ്ങൾ എൻ്റെ ഉള്ളിൽ കർത്താവ് തരുന്നത്. പ്രാർത്ഥിച്ച്
ഉപവസിച്ച് വേറിട്ടിരുന്ന് 40 ദിവസം ദൈവത്തിന്റെ കൂടെ ഇരുന്ന് മോശ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് കർത്താവിന്റെ കൈകളാൽ എഴുതിയ കൽപ്പനകളുമായി ഇറങ്ങി വന്നു. പക്ഷേ താഴെ വന്നു. പെട്ടെന്നുണ്ടായൊരു കോപത്തിൽ ആ കൽപ്പനകൾ അവൻ എറിഞ്ഞ് ഉടച്ചു. പ്രൈസ് ദി ലോർഡ്. എറിഞ്ഞ് ഉടച്ചു. എന്നാൽ ഇനി അത് കിട്ടത്തില്ല, ഇനി അത് നടക്കത്തില്ല എന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോ കർത്താവിൻ്റെ ഒരു ശബ്ദം, മോശേ നീ വീണ്ടും കയറി വാ, ഞാൻ എഴുതി തരാം. എത്രവർക്ക് ആമേൻ പറയാൻ പറ്റും? നീ വീണ്ടും കയറി വാ, ഞാൻ എഴുതി തരാം. ഇന്ന് ഈ ദൈവശബ്ദം ഇവിടെ ഉയരുന്നു. നീ വീണ്ടും കയറി വാ, നീ വീണ്ടും കയറി വാ, ഞാൻ എഴുതി തരാം. നീ വീണ്ടും കയറി വാ. ഇന്നലെ കിട്ടിയതൊക്കെ ഉടഞ്ഞു പോയിട്ടുണ്ടാകാം, ഇന്നലെ കിട്ടിയതൊക്കെ തകർന്നു പോയിട്ടുണ്ടാകാം, ഇന്നലെ കിട്ടിയതൊക്കെയും ജീവിതത്തിൽ വന്ന ഒരു ദേഷ്യത്തിൽ, ജീവിതത്തിൽ വന്ന ചില ബലഹീന നിമിഷങ്ങളിൽ നീ ഉടച്ചു കളഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ ദൈവം നിന്നെ വിളിക്കുന്നു, നീ കേറി വാന്നേ, നീ കേറി വാന്നേ. ഇന്നെല്ലാവരുടെ കർത്താവ് പറയുന്നു, നീ അങ്ങനെ കിടക്കണ്ട, നീ കേറി വാ, നീ കേറി വാ. യേശുവിന്റെ നാമത്തിൽ നീ നിരാശയിൽ കിടക്കണ്ട, നീ ദുഃഖത്തിൽ കിടക്കണ്ട, നഷ്ടബോധത്തിൽ കിടക്കണ്ട. ആമേൻ ആമേൻ. എല്ലാം കൈവിട്ടു പോയെന്നോർത്ത് നീ നിരാശപ്പെട്ട് കിടക്കണ്ട. കയറി വരിക. എത്ര പേർ കാമയും പറഞ്ഞ് ഏറ്റെടുക്കാം? കയറി വരിക. ദൈവം എന്ന് പലരെയും പേർ ചൊല്ലി വിളിച്ചിട്ട് പറയുന്നു, നീ കയറി വാ. നഷ്ടങ്ങൾ സാരമില്ല, ആമേൻ, തകർച്ചകൾ സാരമില്ല, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, നീ കയറി വാ. ഇന്ന് എന്നോട് കർത്താവ് പറയുന്നു, കയ്യിലുള്ള പലതും കൈമോശം വന്ന ചിലർ ഈ ദൂതുകൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ദൈവം പറയുന്നു, അങ്ങനെ നീ കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല, അങ്ങനെ തുടരാൻ ദൈവം അനുവദിക്കത്തില്ല, അങ്ങനെ മുൻപോട്ട് പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നോട് ദൈവം പറയുന്നു, കയറി വരിക. ഇന്നത്തെ പകൽക്കാലം ദൈവം ചിലരെ കൈപിടിച്ച് കയറ്റാൻ പോകുകയാണ്, കൈപിടിച്ച് കയറ്റാൻ പോകുകയാണ്. ആമേൻ. ഇന്നലകളിൽ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പ്രാപിക്കുന്ന ഒരു നിമിഷമാണ് ഈ നിമിഷം. ഇന്നലകളിൽ നഷ്ടപ്പെട്ട കൃപാവരങ്ങൾ ദൈവം നിനക്ക് തിരിച്ചു തരാൻ പോകുകയാണ്. ഇന്നലകളിൽ നഷ്ടപ്പെട്ട പ്രാർത്ഥനയുടെ അഭിഷേകത്തെ ദൈവം നിനക്ക് തിരിച്ചു തരാൻ പോകുകയാണ്. ഇന്നലകളിൽ നിന്റെ മേൽ വ്യാപരിച്ച ദൈവ സ്നേഹത്തിന്റെ അഭിഷേകത്തെ ദൈവം നിനക്ക് തിരിച്ചു തരാൻ പോകുകയാണ്. ഇന്നലകളിൽ നിന്നെ കത്തിച്ച പ്രാർത്ഥനയുടെയും ആരാധനയുടെയും വചനത്തിന് മുമ്പിൽ മണിക്കൂറുകൾ ഇരിക്കുന്നതുമായ ആ ദൈവകൃപയെ ദൈവം നിനക്ക് തിരിച്ചു തരാൻ പോകുകയാണ്. ഓ സ്തോത്രം, സ്തോത്രം. ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തെ സ്തുതിച്ചോ. ദൈവം നിന്നെ വിളിക്കുന്നു, കയറി വരിക, കയറി വരിക, കയറി വരിക. ഇന്ന് പരിശുദ്ധ അവനോട് പറയുന്നു, താണുപോയ, വീണുപോയ, ഉടഞ്ഞുപോയ അവൻ ചില വ്യക്തികളെ ദൈവം വീണ്ടും ഇന്നലത്തെക്കാൾ ശക്തിയോടെ, ഇന്നലത്തെക്കാൾ ബലത്തോടെ, ഇന്നലത്തെക്കാൾ അഭിഷേകത്തോടെ, ഇന്നലത്തെക്കാൾ ആരോഗ്യത്തോടെ, ഇന്നലത്തെക്കാൾ ദൈവകൃപയോടെ ദൈവം എഴുന്നേൽപ്പിക്കുന്ന ഒരു ദിവസമാണ്. ഓ ജീസസ്. ഈ വചനം പറയുമ്പോൾ കർത്താവിനോട് പറയുന്നു, മടക്കി തരുന്നൊരു ദൈവം. എനിക്ക് വചനം പറയുമ്പോൾ ഭയങ്കര ബലമാണ്, ഭയങ്കര ബലമാണ്. മടക്കി തരുന്നൊരു ദൈവം. സ്തോത്രം, സ്തോത്രം. ഒരു കാലത്ത് എൻ്റെ ആരോഗ്യം മുഴുവൻ എനിക്ക് നഷ്ടപ്പെട്ടതാ. പ്രസംഗിക്കാൻ പറ്റത്തില്ല, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ല. ഒരു രോഗമല്ല, ഒരു കൂട്ടം രോഗം എന്നെ ബാധിച്ചു. പ്രസംഗിക്കരുത്, ശുശ്രൂഷിക്കരുത് എന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷേ ദൈവം എനിക്കതെല്ലാം മടക്കി തന്നു. ദൈവം അതെല്ലാം മടക്കി തന്നു. എത്ര പേർക്ക് ഇന്ന് ദൈവം ചിലർക്ക് ആരോഗ്യത്തെ മടക്കി തരാൻ പോവുകയാണ്. ഞാൻ ഓരോ ദിവസവും ആമേൻ, ഓരോ നേരം കഴിച്ചത് ഒരു കെട്ട് ഗുളികയായിരുന്നു. പക്ഷെ ദൈവം അതെല്ലാം മാറ്റി മടക്കി തന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് വിളിച്ചു പറയാം, നിന്റെ ജീവിതത്തിലേക്ക് ഇനി മരുന്നുകൾ കൂടുകയല്ല, നിന്റെ ജീവിതത്തിൽ മരുന്നുകൾ കുറയുവാൻ പോവുകയാണ്. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ പറ്റും? ഇതൊരു ദൈവത്തിന്റെ ദൂതാണ്, ഒരു ദൈവത്തിന്റെ ദൂതാണ്. ഒരു കെട്ട് ഗുളിക കഴിച്ച ഞാൻ അത് കുറച്ച് 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 ആമേൻ 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 അതിനെ കുറച്ച് തന്ന കർത്താവ് ഇന്ന് ഇതിനകത്തിരിക്കുന്ന പലരോട് പറയുന്നു, നീ മരുന്നുകൾ കൂട്ടുവാൻ പോകുകയല്ല, കുറയ്ക്കുവാൻ പോകുകയാണ്. ഇന്നലകളിൽ ഉണ്ടായിരുന്ന ഷുഗറുകൾ, ഇന്നലകളിൽ ഉണ്ടായ പ്രഷറുകൾ, ഇന്നലകളിൽ ഉണ്ടായ ഹാർട്ട് പ്രോബ്ലങ്ങൾ, ഇന്നലകളിൽ നിന്റെ ശരീരത്തിൽ ബാധിച്ച ആമേൻ പല വിധത്തിലുള്ള
വീക്കൻസുകൾ അത് ദൈവാത്മ മാറ്റി ബലം തരുന്നു, ശക്തി നൽകുന്നു, ആരോഗ്യം നൽകുന്നു, പുതുക്കം തരുന്നു, ദൈവകൃപ തരുന്നു, മടക്കി തരുന്നു ദൈവം. 103-ാം സങ്കീർത്തനത്തിൽ ഒരു വചനം എത്ര ശക്തിയോടെ ദാവീദ് പറഞ്ഞിരിക്കുന്നു. ആമേൻ, ആമേൻ. അവൻ നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. നിങ്ങൾ ആയിരിക്കുന്നിടത്ത് ഇത് വിശ്വസിക്കണം. ഇത് വെറുതെ കൈയടിച്ച് തീരുന്ന ഒരു ശബ്ദ കോലാഹലത്തിന്റെ ഇടമല്ല, മറിച്ച് ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം ജീവിതത്തിലേക്ക് മടങ്ങി വരികയും ഇന്നലകളിൽ പിടിക്കാൻ പറ്റാത്തിടത്തേക്ക് കയറി ചെന്ന് ജയാളിയാക്കി തീർക്കുന്ന ഒരു ജയജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ആയിരിക്കുന്നിടത്ത് ദൈവത്തെ സ്തുതിച്ചോ. ആമേൻ. കഴുകനെ പോലെ പുതുകി വരും. ഇന്നിതൊരു ദൂതാണ്. ചിലർ മരുന്നിൽ നിന്ന് പുറത്തു വരാൻ പോകുകയാണ്. ചിലർ കടത്തിൽ നിന്ന് പുറത്തു വരാൻ പോകുകയാണ്. സ്തോത്രം. ആമേൻ, ആമേൻ. 100 രൂപയുടെ കടം തുടങ്ങിയിട്ട് പിന്നെ അത് ബ്ലേഡ് വാങ്ങി അത് ലക്ഷങ്ങൾ കടമായി, പിന്നെ അത് ബ്ലേഡ് വാങ്ങി അത് കോടികൾ കടമായി, കോടിക്ക് മേൽ കോടികൾ കടമായി പലരും തകർന്നു പോകുമ്പോൾ പരിശുദ്ധാത്മ പറയുന്നു അത് മാറുവാൻ പോകുകയാണ്. അതെല്ലാം മാറുവാൻ പോകുകയാണ്. ഒന്നിന്റെ പുറത്ത് വീണ്ടും നുകങ്ങൾ കയറുന്നത് പോലെയുള്ള ജീവിത ചക്രങ്ങൾക്ക് ദൈവം ഒരു തിരിവുകൾ വരുത്തി. സ്തോത്രം. അതെല്ലാം നീ തിരിച്ചു പിടിക്കാൻ പോകുകയാണ്. ദാവീദ് നഗരങ്ങളെ തിരിച്ചു പിടിച്ചതുപോലെ, ദാവീദ് തന്റെ മക്കളെ തിരിച്ചു പിടിച്ചതുപോലെ, ദാവീദ് തന്റെ സമ്പത്തുകളെ തിരിച്ചു പിടിച്ചതുപോലെ ഇന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു ഇത് തിരിച്ചു പിടിക്കുന്ന ദിനങ്ങളാണ്. നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെയും നീ തിരിച്ചു പിടിക്കാൻ പോകുകയാണ്. വിശ്വസിച്ചാട്ടെ. ഇതിനകത്തൊരു പ്രവചനത്തിന്റെ ദൂത് നിറഞ്ഞു നിൽക്കുന്നു. ഇതിനകത്തൊരു വചനത്തിന്റെ ദൂത് നിറഞ്ഞു നിൽക്കുന്നു. ഇതിനകത്തൊരു അഭിഷേകത്തിന്റെ ദൂത് നിറഞ്ഞു നിൽക്കുന്നു. നീ തോറ്റയിടത്ത് ദൈവം വീണ്ടും നിന്നെ അയക്കാൻ പോകുകയാണ്. ജയിക്കാൻ വേണ്ടി ദൈവം നിന്നെ അയക്കാൻ പോകുകയാണ്. നീ തകർന്നു പോയിടത്ത് ദൈവം വീണ്ടും നിന്നെ അയക്കാൻ പോകുകയാണ്. നിന്നെ പണിയാൻ ദൈവം അയക്കാൻ പോകുകയാണ്. ദൈവം എന്നോട് പറഞ്ഞു വീണ്ടും 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 ചേർന്ന് ആയിരിക്കുന്നിടത്ത് ദൈവത്തെ സ്തുതിക്കാം. മോശയോട് പറയുന്നു നീ കയറി വാ, ഞാൻ എഴുതി തരാം. വീണ്ടും കർത്താവ് എഴുതി കൊടുത്തു. ഈ വചനത്തിലൂടെ എല്ലാം പ്രിയപ്പെട്ടവരെ നിങ്ങൾ എന്താ കാണുന്നേ? ഒരു പ്രതീക്ഷയല്ലേ? ഒരു പ്രത്യാശയല്ലേ? ഒരു ദൈവകൃപയല്ലേ? ഒരു ദൈവത്തിന്റെ ഇടപെടലല്ലേ? ഒരു ദൈവത്തിന്റെ ചലനമല്ലേ? യെസ്. വീണ്ടും കയറി വാ. നീ കിടക്കരുത് അങ്ങനെ, നീ തകർന്നങ്ങനെ കിടക്കരുത്. നീ വീണ്ടും കയറി വാ, ഞാൻ എഴുതി തരാം. ഞാൻ ഇന്ന് നിങ്ങളെ ഓർപ്പിക്കുന്ന വചനഭാഗം ഇതാണ്. വീണ്ടും പണിയുന്ന ദൈവം, വീണ്ടും എഴുന്നേൽപ്പിക്കുന്ന ദൈവം. ഒത്തിരി വ്യക്തികളെ നമുക്ക് വചനത്തിൽ കാണാൻ പറ്റും. ജീവിതത്തിൽ ഒത്തിരി 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 തകർന്നു പോയൊരു മനുഷ്യൻ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ പേര് പോലും നമുക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുന്നതാ. പേര് ശിംശോൻ എന്ന വ്യക്തിയാണ്. ആർക്കും ലഭിക്കാത്ത അഭിഷേകം അവന് ലഭിച്ചു. ആർക്കും ലഭിക്കാത്ത ദൈവശക്തി ആ മനുഷ്യൻ ലഭിച്ചു. ആർക്കും ലഭിക്കാത്ത അധികാരം ആ മനുഷ്യൻ ലഭിച്ചു. പക്ഷേ തനിക്ക് ലഭിച്ച ദൈവകൃപയും തനിക്ക് ലഭിച്ച അഭിഷേകവും തനിക്ക് ലഭിച്ച ദൈവശക്തിയും അദ്ദേഹം തിരിച്ചറിഞ്ഞില്ല. ഇതൊരു വലിയ പ്രോബ്ലമാണ്. പലപ്പോഴും നമ്മളിലുള്ള ദൈവശക്തിയും നമ്മളിലുള്ള ദൈവ സാന്നിധ്യവും നമ്മൾ തിരിച്ചറിയാറില്ല. പലപ്പോഴും മറ്റുള്ളവരെ പലരെയും നോക്കിയാണ് നമ്മളിങ്ങനെ സന്തോഷിക്കുന്നത്. അല്ല, മറ്റാർക്കും പകരാത്ത ഒന്ന് ദൈവം നിനക്ക് പകർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആയിരിക്കുന്നിടത്ത് ദൈവത്തെ സ്തുതിക്കാം. മറ്റാർക്കും പകരാത്തതൊന്ന് ദൈവം നിനക്ക് പകർന്നിട്ടുണ്ട്. ഈ മനുഷ്യൻ അതിനെ ശ്രദ്ധിച്ചില്ല. ഈ മനുഷ്യൻ അതിനെ സൂക്ഷിച്ചില്ല. ഈ മനുഷ്യൻ അതിനെ ഒത്തിരി വില കൊടുത്തില്ല. ഞാനിന്ന് നിങ്ങളോട് പറയുന്നു, നിങ്ങളെ ഏൽപ്പിച്ചത് ഏറ്റവും ചെറുതായിരിക്കാം, പക്ഷേ നിങ്ങളതിനെ ശ്രദ്ധിക്കുക, നിങ്ങളതിന് വില കൽപ്പിക്കുക, നിങ്ങളതിനെ പവിത്രമായി കാണുക. മറ്റുള്ളവരെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അല്പം അധികം പ്രാർത്ഥിക്കാനായിരിക്കാം ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത്. മതി, അതിനെ വിശേഷമായി കാണുക. മറ്റുള്ളവർ പാടുന്നതിനേക്കാൾ വിശേഷമായി പാടുന്ന ഒരു അഭിഷേകമായിരിക്കാം. മതി, നിങ്ങൾ അതിനെ വിലയേറിയതായിട്ട് കാണുക. ദൈവം തരുന്നതൊന്നും
ചെറുതായിട്ട് കാണരുത്. ദൈവം തരുന്ന ഒന്നിനെയും മറ്റുള്ളതിനോട് തുലനം ചെയ്യുകയും ചെയ്യരുത്. അത് വിശേഷമേറിയതാണ്. മറ്റാർക്കും പകരാത്ത അഭിഷേകം, മറ്റാർക്കും പകരാത്ത ദൈവശക്തി, മറ്റാരിലും വ്യാപരിക്കാത്ത ദൈവകൃപ ഈ മനുഷ്യന്റെ മേൽ വ്യാപരിച്ചു. എന്നാൽ ക്രമം തെറ്റിയൊരു ജീവിതം, ആത്മാവിന് കീഴ്പ്പെടാതെ ജഡത്തെ ആസ്വദിച്ചു പോയൊരു ജീവിതം, കുറെ പ്രാവശ്യമൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റി. എന്നാൽ ഒടുവിൽ തകർന്ന് തരിപ്പണമായി. എന്നാൽ ചരിത്രം അങ്ങനെ അവസാനിക്കുന്നില്ല. ആ മനുഷ്യൻ ദൈവത്തോട് പറഞ്ഞു, പ്ലീസ് ലോർഡ്, വൺ മോർ ടൈം, എനിക്കൊരവസരം കൂടെ തരുമോ? എനിക്കൊരവസരം കൂടെ തരുമോ? എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? നമ്മുടെ ദൈവത്തിന്റെ ഒരു വലിയ പ്രത്യേകതയാണ്, സെക്കൻഡ് ചാൻസുകൾ തരുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. വീണ്ടും അവസരം തരുന്നൊരു ദൈവം. ലോകത്തിൽ ആർക്കും അങ്ങനെയില്ല. പക്ഷെ നമ്മുടെ ദൈവത്തിനും ഒരു പ്രത്യേകതയുണ്ട്. അവൻ വീണ്ടും അവസരങ്ങൾ തരും, വീണ്ടും ചാൻസുകൾ തരും. ആ മനുഷ്യൻ ദൈവത്തോട് പറഞ്ഞു, ഒരിക്കൽ കൂടെ. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഒരിക്കൽ കൂടെ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? കർത്താവേ, ഒരിക്കൽ കൂടെ, ഒരിക്കൽ കൂടെ, ഒരിക്കൽ കൂടെ. ആ മനുഷ്യൻ പറഞ്ഞു, കർത്താവേ, ഒരിക്കൽ കൂടെ. എന്താ സംഭവിച്ചേ? നിങ്ങൾക്കറിയാം. ദൈവം വീണ്ടും അവനെ ശക്തീകരിച്ചു, വീണ്ടും അവനെ ബലപ്പെടുത്തി. അവൻ ജീവിച്ചിരുന്ന കാലത്ത് ചെയ്തതിനേക്കാൾ അധികം അവനെ കൊണ്ട് ദൈവം ചെയ്യിച്ചു. കരങ്ങളെ ഒന്ന് ഉയർത്താൻ പറ്റുമെങ്കിൽ രാമൻ പറഞ്ഞാട്ടെ, വീണ്ടും അവസരം തരുന്ന. എനിക്ക് അവൻ ചെയ്തത് ഇഷ്ടമാണ്, സന്തോഷമാണ്. പക്ഷെ എനിക്ക് അതിനേക്കാൾ സന്തോഷമുള്ള കാര്യം, എബ്രായ ലേഖനം 11-ാം അധ്യായം വിശ്വാസവീരന്മാരുടെ പട്ടിക എഴുതുമ്പോൾ ആമേൻ, അവന്റെ പേരും പരിശുദ്ധാത്മാവ് പരാമർശിച്ചു. കാരണം തള്ളപ്പെട്ടില്ല, തകർന്നു പോയവനെ വീണ്ടും അനുദപിച്ചപ്പോൾ അവനെ വിശുദ്ധന്മാരുടെ പട്ടികയിൽ ചേർത്ത് വെച്ച് അവനെയും ആദരിച്ച ദൈവം ഇന്ന് വചനത്തിലൂടെ പറയുന്നു, വീണ്ടും അവസരങ്ങൾ തരുന്നവനാണ് നമ്മുടെ ദൈവം. വീണ്ടും വഴികൾ തുറക്കുന്നവനാണ് ദൈവം. ഉടഞ്ഞുപോയ കൽപാത്രങ്ങളെ വീണ്ടും പണിത് മനോഹരമാക്കുന്ന കുശവൻ ഇന്നിവിടെ വന്നിട്ടുണ്ട്. എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? എത്ര പേർക്ക് നിങ്ങളുടെ ജീവിതത്തെ അവൻ്റെ കരങ്ങളിലേക്കൊന്ന് എറിഞ്ഞു കൊടുക്കാൻ പറ്റും? തിരിക്കരത്താൽ വഹിച്ചു എന്നെ, തിരിഹിതം പോൽ എന്നെ ആമേൻ നടത്തണം. കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെ എന്നെ മെനയണമേ എന്ന് എത്ര പേർക്കിന്ന് ഇവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റും? വായ്കളെ തുറന്ന് ശബ്ദം ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പറ്റുമെങ്കിൽ ആമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാട്ടെ. കൈകളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പറ്റുമെങ്കിൽ കൈകളെ ഉയർത്തി. ഇതൊരു പ്രതീക്ഷയുടെ ദൂതാണ്. ഓ സ്തോത്രം. ഒരിക്കൽ തള്ളിപ്പറഞ്ഞ് ഇട്ടിട്ട് പോയി പഴയ ജോലിക്ക് പോയ ആ പത്രോസിനെ തേടി തിബരിയാസിന്റെ കടലിൽ വന്നു. ഞാൻ നിനക്ക് തന്നതൊന്നും മാറ്റിയിട്ടില്ല, ഞാൻ നിന്നെ ഏൽപ്പിച്ചതൊന്നും മറ്റൊരുവിന് കൊടുത്തിട്ടില്ല. നീ തന്നെ എഴുന്നേറ്റ് വരിക, നീ തന്നെ ശക്തിപ്പെടുത്തിക്കൊള്ളുക, നീ തന്നെ മാളിക മുറിയിൽ കയറിക്കൊള്ളുക. നിന്നിലൂടെ തന്നെ ആദ്യത്തെ പ്രസംഗമുണ്ടാകട്ടെ, നിന്നിലൂടെ തന്നെ ആദ്യത്തെ രക്ഷയുണ്ടാകട്ടെ. നീ തന്നെ ജാതികൾക്ക് വേണ്ടി ആദ്യം സുവിശേഷം അറിയിക്ക എന്ന് പറഞ്ഞ് നഷ്ടപ്പെട്ടു പോയ, വീണുപോയ, അവൻ തകർന്നു പോയ ഒരു പത്രോസിനെ എഴുന്നേൽപ്പിച്ച് തൻ്റെ ശുശ്രൂഷകളെ പൂർത്തീകരിച്ച ദൈവം ഇന്ന് നിന്നെയും അടുത്തൊരു ലെവലിലേക്ക് കയറ്റാൻ പോകുകയാണ്. നിരാശപ്പെടേണ്ട. എത്ര പേർ കൈകളെ ഉയർത്തി നാവുകളെ തുറന്ന് കർത്താവിന് ഈ സമയം ഒരാരാധന കൊടുക്കാൻ തയ്യാറുണ്ട്? അവർ വായ്കളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാ ശബ്ദവും ഈ സമയത്ത് ഉയർത്തി ഉയർത്തി സ്തുതിച്ചാട്ടെ. വീണ്ടും പണിയുന്ന ദൈവം, വീണ്ടും പണിയുന്ന ദൈവം. വായ്കളെ തുറന്നു പറ, ദൈവമേ നീ പണിയുന്നതിനായി സ്തോത്രം, ദൈവമേ നീ പണിയുന്നതിനായി സ്തോത്രം, ദൈവമേ നീ എന്നെ വീണ്ടും എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം, ദൈവമേ വീണ്ടും എൻ്റെ ജീവിതത്തിൻ്റെ മേൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. ചലനമില്ലാതെ തുടരുന്ന ചില ജീവിതങ്ങളെ ദൈവം വീണ്ടും ചലിപ്പിക്കാൻ പോകുകയാണ്. നോർമലായി പോയിക്കൊണ്ടിരിക്കുന്ന ചില ജീവിതങ്ങളെ ദൈവം സൂപ്പർ നാച്ചുറലായി ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ആമേൻ. സാധാരണമായി പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിപരമായ ജീവിതം, കുടുംബ ജീവിതം, ആത്മീയ ജീവിതം, ആമേൻ, ഭൗതിക ജീവിതമെല്ലാം അടുത്തൊരു സ്റ്റെപ്പിലേക്ക് ദൈവം ചലിപ്പിക്കാൻ പോകുകയാണ്. ഓ റബല ഹന്തരബല ബടവ അർത്തനരബല ശന്തരരമനവ. ഒരു ചലനത്തിന്റെ ദിനങ്ങളാണിത്, ഒരു പുതുക്കത്തിന്റെ ദിനങ്ങളാണിത്, ഒരു എഴുന്നേൽപ്പിന്റെ ദിനങ്ങളാണിത്. നിന്റെ ലൈഫിൽ
പുതിയ ചില തളിർപ്പുകളും ചില പുതിയ കിളിർപ്പുകളും ചില പുതിയ അനുഭവങ്ങളും ദൈവം തരുന്ന ദിനങ്ങളാണിത്. വെട്ടപ്പെട്ട ചില കൊമ്പുകൾ വീണ്ടും തളർക്കുവാൻ പോകുകയാണ്. എല്ലാം തീർന്നെന്ന് പറഞ്ഞ ഒരു ജീവിതമായ ഇയ്യോബിന്റെ ജീവിതത്തിൽ വീണ്ടും ഒരു തളർപ്പ്, വീണ്ടും ഒരു കുതിപ്പ്, വീണ്ടും ഒരു ഉണർവ് ദൈവം പകർന്നതുപോലെ നിന്റെ ലൈഫിൽ നഷ്ടപ്പെട്ടതെല്ലാം മടങ്ങി വരുന്നു. നഷ്ടപ്പെട്ടതെല്ലാം മടങ്ങി വരുന്നു. സമ്പത്തുകൾ മടങ്ങി വരുന്നു. തലമുറകൾ മടങ്ങി വരുന്നു. ആരോഗ്യം മടങ്ങി വരുന്നു. ബന്ധങ്ങൾ മടങ്ങി വരുന്നു. നഷ്ടപ്പെട്ടതെല്ലാം ദൈവം വീണ്ടും റെസ്റ്റോർ ചെയ്യുന്നു. റെസ്റ്റോർ ചെയ്യുന്നു. ദൈവത്തിനെ വീണ്ടും എഴുന്നേൽപ്പിക്കുന്നു. ആയിരിക്കുന്നിടത്ത് ദൈവത്തെ സ്തുതിച്ചോ സ്തുതിച്ചോ. ശാന്തനായി മടങ്ങി വരുന്നു, മടങ്ങി വരുന്നു. നഷ്ടപ്പെട്ട തലമുറകൾ മടങ്ങി വരുന്നു. നഷ്ടപ്പെട്ട ആരോഗ്യം മടങ്ങി വരുന്നു. നഷ്ടപ്പെട്ട ബന്ധങ്ങൾ മടങ്ങി വരുന്നു. നഷ്ടപ്പെട്ട ശുശ്രൂഷകൾ മടങ്ങി വരുന്നു. നഷ്ടപ്പെട്ട അഭിഷേകം മടങ്ങി വരുന്നു. വീണ്ടും ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കുന്നു. വീണ്ടും ദൈവം നിന്നെ പണിയുന്നു. വീണ്ടും ദൈവം നിന്നെ പുതുക്കുന്നു. ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. എല്ലാ മക്കളിലേക്കും ഈ കൃപ വ്യാപരിക്കട്ടെ. എല്ലാ മക്കളിലേക്ക് കൃപ വ്യാപരിക്കട്ടെ. ചേർന്ന് കൈകളെ ഉയർത്തി ഒന്ന് പറഞ്ഞേ, യേശുവേ അതിനുവേണ്ടി എന്നെ തരുന്നു കർത്താവേ. കുശവൻ കയ്യിൽ കളിമണ്ണു പോ അനുദിനം നീ പണിയേണമേ. ചേർന്ന് പറയാമോ? കുശവൻ കയ്യിൽ കളിമണ്ണു അനുദിനം നീ പണിയേ. അപ്പാ, ഈ വചനം കേട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അവർ വീണ്ടും എഴുന്നേൽക്കട്ടെ. അവർ വീണ്ടും ഫലം കായ്ക്കട്ടെ. അടുത്ത സ്റ്റെപ്പിലേക്ക് അവർ കൊതിക്കട്ടെ. ജനത്തെ അനുഗ്രഹിക്കുന്നു, ഉയർത്തുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ.